എൻ്റെ അമ്മായിയമ്മ എന്നെ പരിചയപ്പെടാൻ വരുന്നത് തന്നെ അവരുടെ വീടിൻ്റെ കോൺട്രാക്ട് എടുത്ത ഒരു കോൺട്രാക്ടർ ഇത് ചെയ്തു കൊടുത്തില്ല. 2.5 വർഷമായിട്ട് വീടിൻ്റെ പണി മുടങ്ങി കിടക്കുകയാണ്. അപ്പം നാട്ടിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഞാൻ വിചാരിച്ചാൽ ഇത് പരിഹരിക്കപ്പെടും എന്ന വിശ്വാസത്തിൽ ഒരു വക്കീലായ അവരെന്നെ കാണാൻ വരികയും അപ്പോൾ അവർക്ക് ശത്രുതയുള്ള കുറച്ച് പേര് കോൺഗ്രസ് പാർട്ടിയിൽ കൊണ്ടുപോകാനും അവരൊക്കെ എൻ്റെയും ശത്രുക്കളാണെന്നുള്ള മനസ്സിലാക്കലാണ് ഇവർ വരുന്നത്. അങ്ങനെ പരിചയമാവുകയും അതൊരു അടുപ്പമാവുകയും ആ 2.5 വർഷമായിട്ട് മുടങ്ങി കിടന്ന ഒരു പരിപാടി ഈ പറഞ്ഞ ശിക്കാരി ശംഭുവിൻ്റെ കണക്ക് സംഭവം എന്തായാലും ഇതങ്ങ് നടന്നു. അപ്പോൾ ഇത് എൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഇവർ വിചാരിച്ചു. അങ്ങനെ ഒരു അടുപ്പമായി. അങ്ങനെ ഒരു ഇപ്പം അപ്പോഴത്തേക്ക് ഇവർക്ക് ഞാൻ വല്ല MLA ഒക്കെ ആവുമെന്നൊരു ചിന്ത ഇവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ നമ്മളെ വീട്ടിൽ നല്ല രീതിയിൽ സഹകരിപ്പിക്കാൻ തുടങ്ങുന്നു. അതാണ് പ്രണയമൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും ഒരടുപ്പമാകുന്നു. ഇപ്പം ഈ എൻ്റെ വൈഫിന് എന്നോട് ഒരു ഇഷ്ടം ഉണ്ടാകുന്നു. കാരണം ഇവർക്ക് അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരിരുന്നുകൊണ്ട് വീട്ടിൽ നിന്നിട്ട് അവനെ നമുക്ക് മരുമോനാക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഇവള് കേൾക്കുന്നു. അങ്ങനൊരു അടുപ്പം സംഭവിച്ച് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പിന്നെ വീട്ടിൽ കയറ്റാൻ പറയാം. കാരണം അപ്പോഴത്തേക്ക് കുറേ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, ഇവൻ നിങ്ങളുടെ സ്വത്തൊക്കെ കണ്ടിട്ടാണ് ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത്, അവൻ കുഴപ്പക്കാരാണ്, അങ്ങനെയാണ്. അതായത് ഞാനിനി അത്യാവശ്യം ഒറ്റമോളായിട്ടുള്ള അത്യാവശ്യം പൈസയൊക്കെ ഉള്ള വീട്ടിൽ ഒരു വക്കീലിൻ്റെ മാളയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇവരുടെ അടുത്ത് കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവരിതൊക്കെ വിശ്വസിച്ചിട്ട് ഇവർക്ക് പിന്നെ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് ഒഴിവാക്കിയേ പറ്റൂ എന്ന അവസ്ഥയായി. അങ്ങനെ ഞാൻ ഈ 2014 ഇവിടെ ഉണ്ണിമൂന്നിനെ വെച്ചൊരു പടമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് എറണാകുളത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ അടുത്ത കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ നീ അവരുടെ വീട്ടിൽ പോവുകയോ പിടിക്കുകയോ ചെയ്തത്. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് വിളിച്ച് ഇവരുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇത് ഒരു നിശ്ചയം നടത്തി വെച്ചാൽ എന്താണ്. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ തെക്ക് വടക്ക് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതിനെ കൊണ്ട് നിശ്ചയം നടത്താൻ ഞങ്ങൾക്ക് ഇവിടെ പെണ്ണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് എൻ്റെ പെരുപ്പിലട കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ തെണ്ടിത്തിരിഞ്ഞ് ഒരു തെക്ക് വടക്കുന്ന സമയത്ത് തന്നെയല്ലേ നിങ്ങൾ എന്നെ വിളിച്ച് വീട്ടിൽ കയറ്റിയത്. 1ഉം 2ഉം പറഞ്ഞ് സംസാരമായി. ഞാനിവരെ അമ്പുഴുക്കന്നാല് ജീത്തയും വിളിച്ച് ഞാൻ ഇവിടുന്ന് കാറ് എടുത്തുകൊണ്ട് നേരെ പാതിരാത്രി ഇവരുടെ വീട്ടിൽ പാതിരാത്രി ഒരു 12 മണിയായപ്പോൾ അവിടെ ചെന്ന് സംസാരമായി. സംസാരിച്ച് പിന്നെ എനിക്ക് ഈ പെരുപ്പ് കയറി വന്ന് ഞാൻ അടിയാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ അവരെ അടിച്ച് പറയുന്ന അടിച്ചെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിളക്കം തിളക്കമായി. അവളെ അച്ഛനെ എല്ലാവരെയും പിടിച്ചില്ലേ അവിടെ കിടന്ന ഡൈനിങ് ടേബിൾ അടിച്ച് പൊട്ടിച്ച് ഇവിടെ ഇറങ്ങി വാടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് കരയുക. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നില്ല, ഞാൻ തിരിച്ച് കാറി കയറി. ഞാൻ വിചാരിച്ച് കഴിഞ്ഞു, ഓക്കെ, ഒരു പുരുഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കാമുകൻ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടം തോന്നുന്ന ആളെന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയല്ലേ പറ്റൂ. ഇറങ്ങി കൊണ്ടുപോയി കല്യാണം കഴിയുക, അല്ലാണ്ട് നമുക്ക് എന്തായാലും പറ്റുക. അവർക്ക് സമ്മതമില്ല. ഇത്രയാണ് ഞാൻ ചെയ്തു. ഞാൻ ഇറങ്ങി അങ്ങോട്ട് വന്നപ്പോൾ ഒരു 5 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്, അവരുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക്. അങ്ങോട്ട് എത്താൻ തുടങ്ങിയപ്പോൾ ഇവിടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു ഇറങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, അല്ല നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, നമുക്കിത് കല്യാണമൊക്കെ നടത്തിത്തരാം എന്നൊക്കെ പറഞ്ഞു. ശരി. ഇവരെന്നിട്ട് MB വിളിച്ചിട്ട് ഇതാണൊക്കെ പറഞ്ഞു, അവൻ ഇവിടെ വന്ന് പ്രശ്നം അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയെന്നൊക്കെ പറഞ്ഞു. MB എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് MB ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇത് കുടുംബകാര്യമാണ്, ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, ഇടപെടേണ്ടതുകൊണ്ട് ഞാൻ ഇപ്പം ഒരു എൻ്റെ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ, കട്ട് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചേച്ചിയുണ്ട്, അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പോകാനുള്ളത് വെച്ചിട്ട് നിങ്ങളെ പാട് വെക്കുന്നു.